നമസ്കാരം നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ക്രിസ്മസ് സമയം അടുത്തു വരികയാണ് എല്ലാവർക്കും ഒരു ആഘോഷ പ്രതീതി ഒരുവിധം ക്രിസ്ത്യൻ ഫാമിലീസിൽ മാത്രമല്ല ലോകമെമ്പാടും ഈ ഒരു ഡിസംബർ സമയമാണ് എന്താണ് തണുപ്പിന്റെ കാലം ഏറ്റവും അധികം യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന കാലം ഏറ്റവും അധികം പ്രത്യാശകളും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ് ഡിസംബർ കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് NRI ഫാമിലീസിലൊക്കെ എല്ലാവരും അവധി കണ്ടെത്തി വരുന്ന ഒരു ദിവസം കൂടിയാണ് അല്ലെങ്കിൽ സമയമാണ് ഡിസംബർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡിസംബർ ഒരു സന്തോഷത്തിന്റെ കാലഘട്ടമാണ് ഒരു ഒത്തുചേരലിന്റെ കാലഘട്ടമാണ് കൂട്ടായ്മയുടെ കാലഘട്ടമാണ് പലപ്പോഴും ഇനിയിപ്പം ഒരു റിലീജിയസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ പോലും എല്ലാവർക്കും വാറ്റിക്കനിലും അല്ലെങ്കിൽ റോമിൽ ഒക്കെ പോകാനായിട്ടും ഇത്തരത്തിലുള്ള തീർത്ഥാടനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ പറ്റിയ ഒരു ഇണങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ എന്താണ് വാറ്റിക്കനിലെ നമ്മുടെ പോപ്പിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റൈൻ ചാപ്പൽ ഇവിടേക്ക് പോകുമ്പോൾ ശരിക്കും അവിടെ നിറങ്ങി നിൽക്കുന്ന ആ ഒരു ആത്മീയതയിൽ നമ്മൾ ഏറ്റവും അധികം കാണുന്ന ഒരു കാര്യമാണ് മൈക്കൽ ആഞ്ചലോ എന്ന കലാകാരന്റെ കലാമികവ്. അതെ, ഈ അതുല്യ സൃഷ്ടികളാണ് അദ്ദേഹത്തിന്റെ അതുല്യ സൃഷ്ടികളാണ് നമ്മൾ ഇങ്ങനെയുള്ള ചില പ്രത്യേക സ്ഥലങ്ങളെ അതിന്റെ എല്ലാ പാരമ്യത്തിലേക്കും എത്തിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ബിലീഫുകളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ വിശ്വാസങ്ങളെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ശില്പങ്ങളാണ്. തീർച്ചയായിട്ടും അപ്പോൾ മൈക്കൽ ആഞ്ചലോയുടെ അതെ പിയാത്ത എന്ന് പറയുന്ന ശില്പം ലോകമെമ്പാടും ഒത്തിരി അധികം ഒത്തിരി ക്രിറ്റിസിസവും അതേപോലെ തന്നെ ഒത്തിരി വളരെ ഇൻറ്റൻസും വളരെയധികം ഒരു സാധാരണ ഒരു ശില്പകലയിലുള്ള പ്രൊപ്പോർഷൻസിനെ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് മൈക്കൽ ആഞ്ചലോ പിയാത്ത എന്നുള്ള ശില്പം നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഇത്രയും അധികം വികാര തീവ്രത ഉൾപ്പെടുന്ന ഇത്രയും അധികം ഒരു കവിത ആണ്, മാർബിളിലെ കവിതയാണ് പിയാത്ത എന്നുള്ളത്. തീർച്ചയായിട്ടും മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന ഒരു വിഖ്യാത കലാകാരൻ അല്ലെങ്കിൽ ഒരു ശില്പകാരൻ എന്ന് പറയുന്ന കേവലം ഒരു ടാഗ് ലൈനിൽ മാത്രം ഒതുക്കാവുന്ന ഒരാളല്ല അദ്ദേഹം. കലയുടെ എല്ലാ മേഖലകളിലേക്കും അല്ലെങ്കിൽ സമസ്ത മേഖലകളിലേക്കും തന്റെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവുകളെ ലോകത്തെ അറിയിച്ച ചില ശില്പങ്ങളിൽ ഒന്നാണ് ഈ പിയാത്ത എന്ന് പറയുന്നത്. ഡേവിഡ് ഇത്തരത്തിൽ പിന്നെ സിസ്റ്റൈൻ ചാപ്പലിലെ വാൾ പെയിന്റിങ്സ് അപ്പം സ്കൾപ്റ്റർ മാത്രമല്ല പെയിന്റർ ആണ്, മാത്രവുമല്ല ഒരു 300ഓളം പോയട്രി മൈക്കൽ ആഞ്ചലോയുടെ നമുക്ക് ഇന്ന് ലഭ്യമാണ്. മൈക്കൽ ആഞ്ചലോയെ കുറിച്ച് കൂടുതൽ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാം. അതെ, ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. നമസ്കാരം, ഞാൻ വീരലക്ഷ്മി പ്രഭു, മട്ടാഞ്ചേരി ടൗൺ ഹാൾ കൂവപ്പാടത്ത് താമസിക്കുന്നു. ഹസ്ബൻഡ് സുന്ദരേഷ് പ്രഭു, 2 മക്കൾ സുചിത്ര ആൻഡ് ശ്രദ്ധ. ഞാൻ കേക്ക് ഡിസൈനറാണ്. കേക്ക് ഒരു താല്പര്യം തോന്നിയിട്ട് കേക്കിനോടൊരു താല്പര്യം തോന്നിയിട്ട് ആദ്യമൊക്കെ വീട്ടിൽ ചെയ്യുമായിരുന്നു. അത് പിന്നെ നമുക്കൊരു പാഷനായി മാറി. പിന്നെ അത് നമ്മതൊരു ഒരു ഫീൽഡിലോട്ട് ഒരു കയറാൻ നമുക്കൊരു താല്പര്യം തോന്നി. അങ്ങനെ ഒരു 5 കൊല്ലം ഓൾമോസ്റ്റ് ഒരു 5 കൊല്ലമായിട്ടുണ്ടാവും ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞൊരു 2 ഇയേഴ്സ് ആയി ഞാൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. എനിക്കൊരു ഫേം ഉണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കേക്ക് മീ അവേ എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ ഫേസ്ബുക്ക് പേജ് കേക്ക് മീ അവേ വിത്ത് ലക്ഷ്മി. ഇതൊരു റെഡ് വെൽവെറ്റ് കേക്കാണ്, കപ്പ് കേക്ക്സ് ആണ്. ഇതിന് നമ്മൾ മൈദ, ബട്ടർ, ഷുഗർ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, പിന്നെ എഗ്സ്, ബട്ടർ മിൽക്ക്, ഇത്രയും സാധനം വെച്ച് നമുക്ക് നല്ലൊരു റെഡ് വെൽവെറ്റ് കേക്ക് പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റും. എല്ലാ കിഡ്സിനും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. റെഡ് കളറിൽ കാണുമ്പോൾ തന്നെ പിള്ളേർ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. അതിന് നമ്മൾ നല്ല ഫ്രോസ്റ്റിംഗ് ഒക്കെ കൊടുത്താൽ
കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. ഇതിന് ശരിക്കും നമ്മൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഫസ്റ്റ് നമ്മൾ മൈദ, കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും കൂടി സീവ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ബട്ടർ അസലായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇത് ഫ്ലഫി ആവണവരെ ബീറ്റ് ചെയ്യുക. അതും ഷുഗർ പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലോട്ട് എഗ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എഗ് യോക്സ് ഇട്ട് ഇതിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം സീവ് ചെയ്തിട്ട് മൈദ നന്നായിട്ട് ഒന്നുകൂടി എയറേഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി സീവ് ചെയ്ത് 3 times ഒക്കെ സീവ് ചെയ്താൽ അസലായിട്ട് നമുക്ക് അതിനകത്ത് നല്ല എയറേഷൻ ഉണ്ട്. ഒരു കേക്കിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് എയറേഷൻ വേണം. അപ്പോഴേ നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. പിന്നെ ഈ ബട്ടർ മിൽക്കും റെഡ് കളർ, നമ്മൾ റെഡ് കളർ വരുന്നത് കളറിലാണ്. റെഡ് കളർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റെഡ് കളർ കിട്ടുന്നത്. അപ്പോൾ ബട്ടർ മിൽക്കിൽ റെഡ് കളർ മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബട്ടർ ഷുഗർ മിക്സിൽ അത് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ സീവ് ചെയ്ത മൈദയും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് യോക്സും എഗ് വൈറ്റ്സും നമ്മൾ സെപ്പറേറ്റ് ആണ് നമ്മൾ ബീറ്റ് ചെയ്യണത്. അപ്പോൾ എഗ് വൈറ്റ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്ത എഗ് വൈറ്റ്സ് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മളത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് വിനീഗറിൽ കുറച്ച് ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ട് അത് രണ്ടും കൂടി ലാസ്റ്റ് നമ്മളതിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി കപ്പ് കേക്ക് ലൈനേഴ്സിൽ ഇട്ടിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. 180 ഡിഗ്രിയിൽ ഒരു 10 to 12 minutes ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതൊരു റിച്ച് പ്ലം കേക്കാണ്. നമ്മൾ ക്രിസ്മസ് ഒക്കെ വരുവാണ്, എല്ലാ വീട്ടിലും പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹെൽത്തിയാണ്. കിഡ്സ് പോലും കഴിച്ചാൽ നമ്മൾ ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടത് മൈദ, എഗ്സ്, ഷുഗർ പൗഡർ, ബട്ടർ, പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ സോക്ക് ചെയ്ത് വെക്കണം. കുറേ ദിവസം മുന്നേ ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ സോക്ക് ചെയ്ത ആ സോക്ക്ഡ് ഫ്രൂട്ട്സ്, ഇത്രയും സാധനം നമുക്ക് വേണം. പിന്നെ നമ്മൾ ഓറഞ്ച് മാർമലേഡ് എന്ന് പറയും. ഓറഞ്ചിൻ്റെ നമ്മൾ മാർമലേഡ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്ക് ഷോപ്സിൽ പോകേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേർക്ക് ഹോംലി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന റിച്ച് പ്ലം കേക്ക് നമ്മൾ കോസ്റ്റ്ലി നമ്മൾ പേടിക്കുന്നതിലും നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ഈ മൈദയും ബേക്കിംഗ് പൗഡറും അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സിനമൺ പൗഡറും ക്ലോവ്സ് പിന്നെ നട്ട്മഗ് പൗഡർ, ഇത് മൂന്നും കൂടിയുള്ള ഒരു മെഷർമെൻ്റ് ഉണ്ട്. അത് പിന്നെ ഇതെല്ലാം കൂടി ചെയ്തിട്ട് സീവ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ എഗ് യോക്സും എഗ് വൈറ്റ്സും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ബട്ടർ ബീറ്റ് ചെയ്യുക. ദെൻ നന്നായിട്ട് ഫ്ലഫി ആകുമ്പോൾ ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അത് ബീറ്റ് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് നമ്മൾ എയറേഷൻ എന്ന് പറയും. നമ്മൾ അതിനകത്ത് എത്ര എയർ ചെയ്യാൻ പറ്റും, അതാണ് ശരിക്കും നമ്മളൊരു നല്ല റിച്ച് പ്ലം. നമുക്ക് എല്ലാവരുടെയും ഒരു ധാരണയാണ് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന്. നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റിച്ച് പ്ലം കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഈ ടിപ്സ് കുറച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എയറേഷൻ കയറ്റണം, നന്നായിട്ട് എയർ കയറണം. എന്നാലേ ഒരു കേക്കിന് സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്ര നേരം നമ്മൾ ബീറ്റ് ചെയ്യണോ അത്രയും നന്നായിട്ട് ഒരു കേക്ക് നമുക്ക് കിട്ടും, ഔട്ട്കം നന്നായിട്ട് വരും. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം എഗ് വൈറ്റ്സ് സെപ്പറേറ്റ് ബീറ്റ് ചെയ്യുക. അപ്പം ബട്ടറും ഷുഗറും ബീറ്റ് ചെയ്തതിന് ശേഷം എഗ് യോക്സ് അതിലിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ മാർമലേഡ് അതിൽ ഇട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്, കാരമൽ സിറപ്പാണ്. നമ്മൾ വിചാരിക്കും ഈ ബ്ലാക്ക് കളർ എങ്ങനെയാണ് വരുന്നതെന്ന്. കാരമൽ സിറപ്പ് ആഡ് ചെയ്യുമ്പോഴും സോഡായും കൂടി കമ്പൈനായിട്ട് വരുമ്പോഴാണ്, സോഡാപ്പൊടി കൂടി ഇതിനകത്ത് ഇടും, അപ്പോഴാണ് നമുക്ക് ഈ നല്ല ബ്ലാക്ക് കളർ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് കാരമൽ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ
ഈക്വലായിട്ട് ഷുഗറും വാട്ടറും എടുക്കുക. അത് ആദ്യം നമ്മൾ കരിയിക്കുക, അതാണ് സംഭവം. ഷുഗർ നന്നായിട്ട് കരിയിച്ചിട്ട് നന്നായിട്ട് സിമ്മിലിട്ട് ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ അതിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ സിമ്മറിങ് സ്റ്റേജിലിട്ടിട്ട് കരിയിക്കാതെ നല്ല തിക്കായിട്ടുള്ള ഒരു സിറപ്പായിട്ട് എടുക്കുക. ഈ സിറപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യുക. അതേസമയം നമ്മൾ സീവ് ചെയ്തിരിക്കുന്ന മൈദയിലോട്ട് ഈ സോക്ക്ഡ് ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നമ്മളൊരു ഫിംഗർ ടിപ്സ് കൊണ്ട് അതായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്താണെന്ന് പറഞ്ഞാൽ അതിന് മെയിൻ കാരണം നമ്മളത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാറ്ററിൻ്റെ അകത്ത് സാധാരണ മൈദ ഇട്ടിട്ട് അതിൻ്റെ പുറകെ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ള ആ സോക്ക്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കൂടി അടിയിലോട്ട് പോകും. അത് വരാണ്ടിരിക്കാനാണ് നമ്മൾ അതിൻ്റെ കൂടെ അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യാൻ നേരത്ത് ഇത് ചെയ്യണത്. അപ്പം നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ബീറ്റ് ചെയ്തിരിക്കുന്ന ബീറ്റ് ചെയ്തിരിക്കുന്ന ബട്ടർ, ഷുഗർ, ദെൻ എഗ് യോക്ക്, പിന്നെ മാർമലേഡ്, അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ കാരമൽ സിറപ്പ്, ഇതെല്ലാത്തിൻ്റെയും കൂടെ ഈ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന മേദ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇൻ ബിറ്റ്വീൻ നമ്മൾ എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്തിരിക്കുന്നതും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ ഒരു 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് നിങ്ങൾ ബേക്ക് ചെയ്തെടുത്തോളൂ. നല്ലൊരു റിച്ച് പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. തീം കേക്ക്സ് ചെയ്യാറുണ്ട്, എല്ലാവരും തീം കേക്ക്സ് ചെയ്യുന്നുണ്ട്. അട്രാക്റ്റീവാണ് പിള്ളേർക്കാണെങ്കിലും ഒക്കെ. എല്ലാം ബർത്ത്ഡേസിനൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാം തീം കേക്ക്സാണ്. കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും. ഇപ്പോൾ ഈ ഒരു സന്ദർഭം നമ്മൾ ക്രിസ്മസ് നിയറിംഗ് ആണ്, അപ്പോൾ നമുക്ക് ഒരു തീം കേക്ക് സാന്റാക്ലോസിൻ്റെ തന്നെ ആവാമെന്ന് വിചാരിച്ചു. ഇതിൽ നമ്മൾ സാധാരണ ഏത് കേക്കും നമുക്ക് ചെയ്യാം. അതിൽ ഈ ഐസിങ് ആണ്, ഇതൊരു ഷുഗറാണ്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നതെല്ലാം ഷുഗറാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കേക്ക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തിട്ട് അതിന് കവർ ചെയ്യുന്ന അതിൻ്റെ ഒരു ഐസിങ് ആണ് ഫോണ്ടൻ്റ് ഐസിങ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വേണ്ടത് ലിക്വിഡ് ഗ്ലൂക്കോസ്, പിന്നെ ഈ ജലാറ്റിൻ, ദെൻ ഐസിങ് ഷുഗർ. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ക്യാരക്ടേഴ്സ് നമുക്ക് എന്താ പറയുക, അവനവൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഫോണ്ടൻ്റ് ഐസിങ് എന്ന് പറയുമ്പോൾ ഇതിപ്പം നമ്മളിപ്പം ഈ ഔട്ടർ സൈഡിലൊക്കെ ഇതിലൊക്കെ നമ്മൾ ഡ്രേപ്പ് ചെയ്യാന്ന് പറയും. നമ്മൾ ഐസിങ് ഒക്കെ നമ്മൾ സാധാരണ ഐസിങ് ഒക്കെ നമ്മൾ നമ്മൾ ചെയ്യണത് പൈപ്പിംഗ് ചെയ്യലൊക്കെയാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രേപ്പ് ചെയ്യാന്ന് പറയും. ഫോണ്ടൻ്റ് ഡ്രേപ്പ് ചെയ്യാന്ന് പറയുന്നത് ഇതിന്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് നമ്മൾ എന്താ പറയുക, ചപ്പാത്തി പോലെ ഉണ്ടാവും നമ്മളത് കുഴച്ച് കഴിയുമ്പോൾ. എന്നിട്ട് അത് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇടുക. ഇതാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ഇതിലോട്ട് നമ്മൾ ടൈലോസ് പൗഡർ എന്നുള്ളൊരു സംഭവം ആഡ് ചെയ്യുമ്പോഴാണ് ഈ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഗം പേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു എമൗണ്ട് ഓഫ് ടൈലോസ് പൗഡർ ഈ ഫോണ്ടൻ്റ് ഐസിങ് ഉണ്ടാക്കിയിട്ട് അതിൽ ആഡ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത്ത് കിട്ടും. നമ്മളിപ്പോൾ അതെ സാന്റാക്ലോസൊക്കെ സ്റ്റാൻഡിങ് സാന്റയാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിങ് സാന്റയൊക്കെ നിൽക്കണം എന്നല്ല, അതിനൊരു സ്ട്രെങ്ത്ത് വേണം. അപ്പം ഫോണ്ടൻ്റ് ഐസിങ്ങിന് അത്രയും സ്ട്രെങ്ത്ത് ഇല്ല. അപ്പോൾ അത് സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈലോസ് പൗഡർ ആഡ് ചെയ്യും. എന്നിട്ട് അത് നന്നായിട്ട് കുഴച്ച് അതിന് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ കളർ വേണമെങ്കിൽ കളർ, നല്ല കളേഴ്സ്, നല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഫുഡാണ്. ഫസ്റ്റ് ക്വാളിറ്റി കളേഴ്സ് ആണെങ്കിലും ഫസ്റ്റ് ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഔട്ട്കം നമ്മൾ നല്ലത് വരണമെന്നുണ്ടെങ്കിൽ അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കത് മോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതുണ്ടാക്കുന്നത് നമ്മൾ ഫസ്റ്റ് ജലാറ്റിൻ കുറച്ച് വാട്ടർ ഇട്ടിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക. അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അത് ഡബിൾ ബോയിൽ ചെയ്യുക. ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പാത്രം ഇട്ട് അതിൻ്റെ അകത്ത് ഈ സോക്ക്ഡ് ജലാറ്റിൻ പിന്നെ വെച്ചിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ ലിക്വിഡ് ഗ്ലൂക്കോസ് കൂടി വേണം. ലിക്വിഡ് ഗ്ലൂക്കോസ് കൂടി ആവശ്യമാണ്. ലിക്വിഡ് ഗ്ലൂക്കോസും ജലാറ്റിനും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഒരു വാട്ടർ കൺസിസ്റ്റൻസി വരും. അത് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ അത്
അത് വെച്ചാണ് നമ്മൾ ഈ ഐസിങ് ഷുഗർ ഇതിൽ ആഡ് ചെയ്യുന്ന ഐസിങ് ഷുഗർ കുഴച്ചെടുക്കും. നല്ലൊരു ഡോ ഉണ്ടാക്കിയിട്ട് നല്ല ഇത് കുഴച്ചെടുക്കും. അപ്പോൾ ഈ കുഴച്ചെടുക്കുന്ന മാവ് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ കവർ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഇത്രയും സിമ്പിളുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഇതെന്താന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. ആർക്കും ചെയ്യാൻ നന്നായിട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ നല്ലതായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പിള്ളേരുടെ ബർത്ത്ഡേക്ക് പോലും നമ്മൾ പുറത്ത് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിള്ളേർക്കെല്ലാം സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഹെൽത്തി ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഹെൽത്തി കോൺഷ്യസ് സൊസൈറ്റി തന്നെ നമ്മുടെ ആയി തീരട്ടെ. എല്ലാവർക്കും മെരി ക്രിസ്മസ്.